മഹാലക്ഷ്മി സീരിയലിന്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മേഘൻ അപ്പുവിനെ ലാളിക്കുന്നതും അതുപോലെ തന്നെ മാനസയെ ചേർത്ത് പിടിക്കുന്നതെല്ലാം കണ്ട് ഞെട്ടിത്തെറിച്ചു പോവാണ് കേട്ടോ മഞ്ജു. അയാൾക്ക് അവളുമായിട്ട് ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കി തകർന്ന മനസ്സുമായിട്ട് അവിടെ നിന്നും പോവാണ്. ശേഷം ഈ വാടക വീടൊക്കെ മാറ്റി നിനക്ക് ഞാൻ സ്വന്തം വീട് വാങ്ങിത്തരും, പക്ഷെ നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്നെല്ലാം മേഘൻ മാനസയോട് പറയുമ്പോൾ ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് കയറി വരില്ല, പക്ഷെ എന്നെയും കുഞ്ഞിനെയും പറ്റി ചിന്തിക്കണം എന്നെല്ലാം മനസ്സ് പറയുമ്പോൾ മാനസയെ ചേർത്ത് പിടിച്ച് അവരോട് യാത്ര പറഞ്ഞു പോവാണ് കേട്ടോ മേഘൻ ചെയ്യുന്നത്. തുടർന്ന് ഇവളെ തണുപ്പിച്ചു നിർത്തണം, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഏട്ടന്റെ പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് മേഘനും ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കണ്ണനെ കിടിലൻ സർപ്രൈസ് നൽകിക്കൊണ്ട് മാർക്കോ കണ്ണന്റെ ക്യാബിനിലേക്ക് വരികയാണ്. തന്നെ പിന്നെ കണ്ടില്ലല്ലോ എന്നുള്ള പരാതി മഹിക്കുണ്ടെന്നും വിളിക്കാനായിട്ട് ഫോൺ നമ്പർ ഒന്നും ഇല്ലല്ലോ, കോണ്ടാക്ട് ചെയ്യാനായിട്ട് മറ്റൊരു മാർഗവും ഇല്ലല്ലോ എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ സാറും മഹാലക്ഷ്മിയും മനസ്സിൽ എന്നെ കുറിച്ച് ചിന്തിക്കുന്ന നിമിഷം ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. തുടർന്ന് തനിക്ക് എന്തോ ദൈവികത ഉണ്ടെന്നാണ് മഹി പറയുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല, അമ്പലത്തിൽ പോകാറുണ്ട്, വിശ്വാസിയാണ്, അല്ലാതെ അന്ധവിശ്വാസമോ അമിത വിശ്വാസമോ ഒന്നും ഇല്ല എന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട് ചിലരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരെ വീണ്ടും കാണണം എന്ന് തോന്നാറില്ലേ, അത്തരത്തിൽപ്പെട്ട ഒരു അവതാരമാണ് താൻ. അത് തോമസ് വൈദ്യരും പറയാറുണ്ട്. താൻ അവിടേക്ക് ചെന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമാണെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ എന്തായാലും കർക്കിടകമായ സ്ഥിതിക്ക് അവിടേക്കൊന്ന് പോകണമെന്നും ഉഴിച്ചിൽ നടത്തണമെന്നും മാർക്കോ പറയുമ്പോൾ അടുത്ത ട്രീറ്റ്മെന്റിന് പോകാനായിട്ട് എനിക്കും സമയമായി എന്ന് കണ്ണനും പറയുന്നുണ്ട്. ആ സമയത്ത് ഞാൻ അവിടേക്ക് വന്ന് സാറിന് കൂട്ടിരിക്കാം, പകൽ സമയത്ത് സാറിന്റെ ഭാര്യ അവിടെ ഉണ്ടാവില്ലല്ലോ എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ കൂട്ടിരിക്കാൻ അനന്തും ഉണ്ടെന്നും എന്റെ വലതുകാലിന്റെ വിരൽ ഒന്നനങ്ങിയതിനു ശേഷം എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്, എനിക്കും ചെറിയ പ്രതീക്ഷയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് മരുന്നുകളൊന്നും സാറിന്റെ ശരീരത്തിൽ ശരിയായ രീതിയിൽ എത്തിയില്ല എന്ന് തോമസ് സാറ് പറഞ്ഞറിഞ്ഞു, എങ്കിലും സാറിന്റെ കുടുംബത്തിലുള്ളവരൊക്കെ ഇങ്ങനെയായി പോയല്ലോ എന്ന് മാർക്കോ പറയുമ്പോൾ അതിലൊരു വിഷമവും ഇല്ലടോ, പകരം എന്നെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരെ കിട്ടി, അക്കൂട്ടത്തിൽ ഇപ്പൊ താനും ഉണ്ട്. തുടർന്ന് മഹാലക്ഷ്മിയെ പോയി കണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് മാർക്കോയെ അവിടെ നിന്നും അയക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. അതിനുശേഷം മേ ഐ കമിൻ മാഡം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ക്യാബിനിലേക്ക് കടന്നു വരുന്ന മാർക്കോയെ കണ്ട് അത്ഭുതപ്പെടുന്നുണ്ട് കേട്ടോ മഹിയും. ഞങ്ങളിപ്പോ ഏത് നേരവും മാർക്കോയെ പറ്റിയാണ് സംസാരിക്കുന്നതെന്നും മാർക്കോയെ എന്റെ ബോഡി ഗാർഡ് ആക്കണമെന്നാണ് കണ്ണേട്ടൻ പറയുന്നത്. കണ്ണേട്ടന്റെയും ബോഡി ഗാർഡായിട്ട് ഇവിടെ തന്നെ തുടർന്നുകൂടെ എന്ന് മഹി ചോദിക്കുമ്പോൾ അങ്ങനെയും എവിടെയും തളയ്ക്കപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് മാർക്കോ. മഹാലക്ഷ്മിയെയും കണ്ണൻ സാറിനെയും പോലെ എന്റെ സഹായം ആവശ്യമുള്ള ഒരുപാട് പേർ പുറത്തുണ്ടെന്നും അവർക്കൊക്കെയുള്ള സഹായം ചെയ്യണമെന്നും മാർക്കോ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തുടർന്ന് മാർക്കോയുടെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് മഹി ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല, ഞാനൊരു ഒറ്റയാനാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് മഹിയോടായിട്ട് മാർക്കോ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും എങ്കിലും ഒരു വീടുണ്ടാവാതിരിക്കില്ലല്ലോ എന്ന് മഹി ചോദിക്കുമ്പോൾ വീടില്ലാത്തവരും ഈ ലോകത്ത് കാണില്ലേ എന്നുള്ള മാർക്കോയുടെ മറുപടിയോടായിട്ട് അപ്പോ അനാഥനാണോ എന്ന് മഹി ചോദിക്കുമ്പോൾ ഇപ്പോ അല്ല, മഹാലക്ഷ്മിയും കണ്ണൻ സാറും ഉൾപ്പെടെ ഒരുപാട് പേര് എനിക്ക് ബന്ധുക്കളായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. ശേഷം എന്റെ മനസ്സിൽ ദൈവത്തിന്റെ സ്ഥാനമാണ് മാർക്കോയ്ക്ക്, അത് എന്നെ അന്ന് രക്ഷിച്ചതുകൊണ്ട് മാത്രമല്ല കണ്ണേട്ടന്റെ കാൽവിരൽ ചലിക്കാനും മാർക്കോയുടെ സാന്നിധ്യം തുണയായിട്ടുണ്ട്. പിന്നെ മാർക്കോയെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഒരു വെളിച്ചം തോന്നുന്നുണ്ട് എന്നെല്ലാം മാർക്കോയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. ഇതെല്ലാം കേൾക്കുന്ന മാർക്കോയാണെങ്കിൽ എന്നെ ഒരു ആംഗ്ലയായിട്ട് കാണണമെന്നും ആ സ്ഥാനത്ത് നിന്ന് എന്ത് സഹായം വേണോ അതെല്ലാം ഞാൻ ചെയ്തു തന്നിരിക്കുമെന്നും മാർക്കോ പറയുന്നുണ്ട്. തുടർന്ന് മഹി വീണ്ടും മാർക്കോയും കൂട്ടിക്കൊണ്ട് കണ്ണന്റെ ക്യാബിനിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണന്റെ ക്യാബിനിൽ എത്തിയതിനു ശേഷം ഈ അടിയും പിടിയൊക്കെ നിർത്തിയിട്ട് സ്ഥിരമായിട്ട് ഇവിടെ നിന്നുകൂടെ എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നല്ല മാർക്കോയെ പറ്റി മഹാലക്ഷ്മി പറയുമ്പോൾ ഞാനെങ്ങനെ അടിയും പിടിയുമായിട്ട് നടക്കുന്നത് കൊണ്ടാണ് അന്ന് നിങ്ങളെ രക്ഷിക്കാൻ പറ്റിയതെന്ന് മാർക്കോ പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്ന കണ്ണൻ ആരെയും തല്ലുകയും കൊല്ലുകയും ചെയ്യുന്നതിനൊന്നും ഞാൻ അനുകൂലിക്കുന്നില്ല, പക്ഷെ ആ മേഘനെ 2 എണ്ണം പൊട്ടിക്കണം, അവൻ എന്തുമാത്രം ചതികളാണ് ചെയ്യുന്നത്, എന്റെ പെങ്ങളെ കെട്ടി ഏറ്റവും വലിയ ചതിയാണ് അവൻ ചെയ്തത് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അതിന് അർഹിക്കുന്ന മറുപടി കൊടുക്കാനായിട്ട് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്, അതിനുവേണ്ട കരുക്കളൊക്കെ ഞാൻ നീക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് അന്ന് പെണ്ണ് കേസിൽ പെട്ട സമയത്ത് തക്ക സമയത്ത് മഹാലക്ഷ്മിയും കണ്ണനും വന്ന് രക്ഷിച്ച കാര്യങ്ങളും കേസിന്റെ കാര്യങ്ങളെ കുറിച്ചെല്ലാം അവര് സംസാരിക്കുന്നുണ്ട്. ശേഷം മാർക്കോയ്ക്ക് വേണ്ടി ഡിന്നർ ഒരുക്കിയിട്ടുണ്ടെന്നും ഉറപ്പായും വരണമെന്ന് പറഞ്ഞുകൊണ്ട് മഹി ക്ഷണിക്കുമ്പോൾ മാർക്കോ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുറച്ച് പൈസ തന്ന് സഹായിക്കാനോ ജോലി തന്ന് സഹായിക്കാനോ നോക്കിയാൽ അതെല്ലാം വേണ്ടെന്നല്ലേ പറയുന്നത്. പക്ഷെ ഒരു നേരത്തെ ഭക്ഷണം തരാനെങ്കിലും ഞങ്ങളെ അനുവദിക്കണമെന്ന് കണ്ണൻ പറയുന്നത് കേട്ട് എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി, അവിടെ ഞാൻ വന്നിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ പോകാൻ തുടങ്ങുന്നതും അങ്ങനെ പോകാൻ വരട്ടെ, ഒരു സെൽഫി എടുത്തിട്ടൊക്കെ പോകാന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ഞങ്ങൾക്ക് കാണണം എന്ന് തോന്നുമ്പോ ആ ഫോട്ടോയെങ്കിലും എടുത്ത് നോക്കാലോ എന്നും മഹി പറയുന്നുണ്ട്.
ശേഷം ഞാൻ എന്റെ ഫോണിൽ സെൽഫി എടുത്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ സെൽഫി എടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോ എന്നെ കാണണമെന്ന് തോന്നിയാലും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ പോകാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾക്കും അത് തന്നെ പറയാനുള്ളൂ, മാർക്കോക്ക് എന്ത് സഹായത്തിനും ഞങ്ങളെ എപ്പോഴും വിളിക്കാമെന്ന് കണ്ണനും പറയുന്നുണ്ട്. ശേഷം മാർക്കോ പോകാൻ തുടങ്ങുമ്പോൾ കണ്ണേട്ടന്റെ കുടുംബക്ഷേത്രം ഇവിടെ തന്നെയാണുള്ളതെന്നും മാർക്കോ അമ്പലത്തിലേക്ക് പോകാറുണ്ടോ എന്ന് മഹി ചോദിക്കുമ്പോൾ ഞാനങ്ങനെ യുക്തിവാദിയൊന്നും അല്ല എന്ന് മാർക്കോ വീണ്ടും പറയുമ്പോൾ ഒരു 10-75 വയസ്സുള്ള അമ്മയെ കാണാറുണ്ടോ, അങ്ങനെ ഒരു അമ്മയെ പരിചയമുണ്ടോ എന്നെല്ലാം മഹി ചോദിക്കുമ്പോൾ ഭിക്ഷ പലരെയും ഞാൻ കാണാറുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. തുടർന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് മാർക്കോ അന്ന് ലോക്കപ്പിലായ സമയത്ത് അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം മഹി മാർക്കോയെ അറിയിക്കുന്നുണ്ട്. കുറച്ചു നാളായിട്ട് എന്നെയും ഇയാളെയും ഒരമ്മ നിരന്തരം പിന്തുടരുന്നുണ്ടെന്ന് കണ്ണനും പറയുന്നുണ്ട്. അങ്ങനെ ഒരു അമ്മയുടെ സഹായം കൂടി മാർക്കോയ്ക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് മഹാലക്ഷ്മിയെ രക്ഷിക്കാൻ വന്ന ദിവസം ഞാൻ അമ്പലത്തിന്റെ ആൽത്തറയിൽ കിടന്നുറങ്ങുകയായിരുന്നു. പെട്ടെന്ന് ഒരു അമ്മ സ്വപ്നത്തിൽ വന്നു. മഹാലക്ഷ്മിയെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും മഹാലക്ഷ്മിയുടെ ചുറ്റും കുറച്ച് ഗുണ്ടകൾ വലയം വെക്കുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. ആ സ്വപ്നത്തിൽ നിന്ന് ഞാൻ ഞെട്ടി ഉണർന്നു. പിന്നെ വന്നു നോക്കിയപ്പോൾ സ്വപ്നം കണ്ട അതേ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് കണ്ടത്. ആ അമ്മയുടെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ടെന്നെല്ലാം മാർക്കോ പറയുന്നത് കേട്ട് ശരിക്കും രോമാഞ്ചം വരുന്നുണ്ട് കേട്ടോ കണ്ണനും മഹാലക്ഷ്മിക്കും. തുടർന്ന് മഹാലക്ഷ്മിയെ ആരെന്ത് ചെയ്യാൻ നോക്കിയാലും അവരെയൊക്കെ തടുക്കുന്ന ഒരു ശക്തി കൂടെ തന്നെയുണ്ട്. അതെല്ലാം മുൻകൂട്ടി കാണുന്ന ഒരു ശക്തി കൂടെ തന്നെയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ, ഇനി അമ്മയെ കാണുമ്പോൾ പാദത്തിൽ തൊട്ട് നമസ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ പോവാണ്. ശേഷം ഞാനും താനും ഇപ്പൊ മാർക്കോയും സ്വപ്നത്തിൽ കാണുന്ന അമ്മ ഒരാൾ തന്നെയാണെന്ന് കണ്ണനും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് തകർന്ന മനസ്സുമായിട്ട് സാഗറിനെ കാണാൻ എത്തുകയാണ് മഞ്ജു. അങ്ങനെ മഞ്ജുവിനെ കാണുന്നതും മുടിനാരിഴ കൊണ്ടുവന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് മാനസയുടെ കൂടെയുള്ള കുട്ടി മേഘന്റെ കുഞ്ഞു തന്നെയാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല സാഗറെ. തുടർന്ന് മഞ്ജു താൻ കണ്ട കാര്യങ്ങളെ കുറിച്ചെല്ലാം സാഗറിനോട് പറയുന്നുണ്ട്. തകർന്നാണ് ഞാൻ വന്നിരിക്കുന്നത്, പലരും അയാളെ പറ്റി പലതും പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ അതൊന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ അയാൾ എന്തൊക്കെ ചെയ്തു നടന്നാലും കല്യാണത്തിന് മുൻപ് അയാൾക്ക് ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ള കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ തന്നെ വിഷമിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. തുടർന്ന് സാഗർ വീണ്ടും പറയുന്നുണ്ട് മഹാലക്ഷ്മിയുടെ കൈകൊണ്ട് അയാൾക്ക് അടി കിട്ടിയിട്ടുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി മഞ്ജുവിന്റെ തീരുമാനം എന്താണെന്ന് സാഗർ ചോദിക്കുമ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് മഞ്ജു പറയുന്നുണ്ട്. തുടർന്ന് വീണ്ടും ഇമോഷണൽ ആയിട്ടൊക്കെ മഞ്ജുവിനോട് സംസാരിച്ച് മഞ്ജുവിന്റെ മനസ്സിൽ ഒരിടം കണ്ടെത്താനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ സാഗർ നടത്തുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി ഇതേപ്പറ്റി അയാളോട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്, അത് പിന്നെ വലിയ വഴക്കാവെന്ന് പറയുമ്പോൾ ആ വീട്ടിലേക്ക് പോകാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല. അന്നേ കണ്ണേട്ടൻ പലതവണ പറഞ്ഞതാണ് ആ ബന്ധം വേണ്ടാന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാമെന്ന് സാഗർ പറയുമ്പോൾ നിനക്കെങ്കിലും സാഗർ എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞിരുന്നെങ്കിൽ മഞ്ജു വിശ്വസിക്കില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ആ ഫോട്ടോ കിട്ടിയതിന് ശേഷം ഞാനത് വിശ്വസിച്ചില്ലേ, അന്ന് ആ ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അതിന്റെ പുറകെ പോയേനെ, ഈ കല്യാണത്തിന് ഒരിക്കലും ഞാൻ സമ്മതിക്കുമായിരുന്നില്ല എന്ന് മഞ്ജു പറയുന്നുണ്ട്. ആ മാനസ മാത്രമല്ല പല പെൺകുട്ടികളുമായിട്ട് മേഘന് ബന്ധമുണ്ട്, അതിൽ ആർക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടെന്നുള്ള കാര്യം ഇനി അറിയില്ല. വേണമെങ്കിൽ മേഘനുമായിട്ട് ബന്ധമുള്ള പെൺകുട്ടികളെ എല്ലാം അവരുടെ എല്ലാം കോണ്ടാക്ട്സ് ഞാൻ തരാന്ന് പറയുമ്പോൾ ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. ഏതായാലും എന്റെ ദാമ്പത്യം തകർന്നു കഴിഞ്ഞു, ഇനി ഒരാൾക്കും അത് കൂട്ടിച്ചേർക്കാനായിട്ട് കഴിയില്ല. എങ്കിലും കുറച്ച് ഞാൻ എന്തായാലും അവന്റെ വീട്ടിൽ പിടിച്ചു നിൽക്കും. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല, കണ്ണേട്ടന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് പറ്റില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മനസ്സ് വിഷമിച്ച് അവിടെ നിന്നും പോവാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത്. അങ്ങനെ മഞ്ജു പോയതിനു ശേഷം ദാമ്പത്യം അവളുടെ എന്തായാലും തകർന്നു കഴിഞ്ഞു. അതുകൊണ്ട് അവളുടെ മനസ്സിൽ എനിക്ക് ഒരിടം കിട്ടാതിരിക്കില്ല എന്ന് സാഗര കണക്ക് കൂട്ടുന്നുണ്ട്. പിന്നീട് അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തുന്ന മഞ്ജു മേഘനെ തന്നെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. മേഘനാണെങ്കിൽ മഞ്ജുവിന്റെ ആ നോട്ടത്തിന് മുന്നിൽ ശരിക്കും വല്ലാതാവുന്നുണ്ട്. അങ്ങനെ മഞ്ജു ആ വീട്ടിൽ പിടിച്ചു നിന്നതുകൊണ്ട് തന്നെ തന്നോട് ചെയ്ത ചതിക്ക് മേഘന് 8ന്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല മഞ്ജുവും സാഗറിനെ പോലെ തന്നെ മാർക്കോയോടൊപ്പം ചേരുന്നുണ്ട് മേഘനെ തകർക്കാനായിട്ട്. അങ്ങനെ കണ്ണന്റെ ആ നന്മ തിരിച്ചറിഞ്ഞ് ദുർഗയും ഉണ്ണിയും ഒക്കെ എന്തായാലും മഞ്ജുവിനോടൊപ്പം ചേരും. തുടർന്ന് കണ്ണൻ ആഗ്രഹിച്ചതുപോലെ ചതി മേഘന് നല്ല തിരിച്ചടി തന്നെയായിരിക്കും കേട്ടോ കിട്ടാൻ പോകുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിന്റെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ്